എന്നിട്ട് വെള്ളം കുടിക്കൂ. താങ്ക് യു. ദൈവം പുള്ളി അറിയുമെന്ന് നോക്കിയേ. ഇങ്ങനെ കണ്ടിട്ടുള്ളല്ലോ. ആള് പോയി, മരിച്ചു പോയി. ശരി. പുള്ളിക്ക് കുറച്ച് ദിവസമായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. ഇവിടെ വെള്ളം വെച്ചാൽ തട്ടിയിടുവോ? ഇല്ല, ഞാൻ നോക്കിക്കോളാം. എന്നാ പിന്നെ കുടിക്കാം. എന്തിനാ വെള്ളം ചോദിച്ചല്ലേ? ഞാൻ കുടിച്ചോളാം. ആള് പോയി കഴിഞ്ഞ ദിവസം. ചേട്ടാ, ഞാൻ വേറൊരു കാര്യം കാണിക്കണം. എന്നാ ഒന്ന് കാണിക്കാം, നോക്കട്ടെ. സെക്കൻഡ് ഫോൺ ഇങ്ങോട്ട് നോക്കട്ടെ. ഇത് നൈജീരിയയിലെ ഒരു കല്യാണം. നോക്കട്ടെ, നൈജീരിയയിലെ കല്യാണത്തിൻ്റെ പ്രത്യേകതയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇതെന്നെ പ്രമോദ, ഈ പൈസ കൊണ്ട് ഇങ്ങനെ ആ സ്ത്രീയുടെ മടിയിലിടുന്ന പെൺകുട്ടിയുടെ മടിയിൽ. അതായത് നൈജീരിയയിലെ പെൺകുട്ടികളെ കല്യാണം കഴിക്കുമ്പോൾ വരനും പിന്നെ വീട്ടുകാരും അവിടെ വന്നിട്ട് ഈ പെൺകുട്ടിയെ അവിടെ ഇരുത്തിയിട്ട് ആ പെൺകുട്ടിയുടെ മടിയിലേക്ക് ക്യാഷ് ഇങ്ങനെ വരനിട്ട് കൊടുക്കും. ഇട്ടിട്ട് കൊടുത്തിട്ട് കാണുന്നുണ്ട് കറക്റ്റ്. എന്നിട്ട് ആ പെൺകുട്ടി തൃപ്തിപ്പെടണം. അപ്പോൾ അവരൊരു ചിരിക്കും. അവർ തൃപ്തിപ്പെട്ടില്ല ഇല്ലെങ്കിൽ കല്യാണം നടക്കുന്നില്ല. ഇത് ഏർപ്പാടാണ്. അതാണ് നൈജീരിയയിൽ. അതിനെക്കുറിച്ച് ചേട്ടൻ എന്താ അഭിപ്രായം? നമ്മുടെ നാടിനെ വെച്ച് നോക്കുമ്പോൾ ഇത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആമ്പിള്ളേരാണ്, നഷ്ടമാണ് ഈ കച്ചവടം. അല്ല, അത് നോക്കണ്ട ചേട്ടാ, നമ്മളൊരു പൊതുകാര്യം. എങ്കിലും ഇതിവിടെ വരികയാണ് ഒരുപാട് രക്ഷിതാക്കൾക്ക്, പെൺകുട്ടികളുള്ള ഒരുപാട് രക്ഷിതാക്കൾക്ക് ഒരു ആശ്വാസമായ ഒരു വാർത്തയായിരിക്കും. ശരിയല്ലേ? ശരി. ചേട്ടാ, ഇതിൻ്റെ അത് വേറൊരു വിരോധാഭാസം നോക്കണേ. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയ്ക്കും ഒരു പെൺകുഞ്ഞ് ജനിച്ചാറിനെ അന്ന് തൊട്ട് തുടങ്ങുക ആ പെൺകുട്ടിയുടെ മുമ്പ് വെച്ച് തന്നെ എല്ലാവരുടെയും വീട്ടിൽ പോയി ജീവിക്കാനുള്ളതാണ് എന്ന് പറഞ്ഞാൽ ആ കൊച്ചിനെ ഒരു വിൽപ്പനച്ചരക്കാക്കിയാണ് ഇവർ. ഇല്ലേ? ശരിയല്ലേ? ശരിയാ. എന്നിട്ട് കല്യാണം കഴിക്കാൻ വളർത്തി വലുതായി കൊണ്ടുവന്ന് ഒരുത്തം വന്ന് കണ്ട അവളെ ഇങ്ങനെ പ്രദർശനത്വമാക്കി വെച്ചിട്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ട് അവൾക്ക് സ്വർണം, ക്യാഷ്, പിന്നെ വസ്തുവകളുണ്ട്, അത് കൊടുത്തിട്ട് ഇവൻ കൊണ്ടുപോവുക. അത്രയും അങ്ങോട്ട് കൊടുത്തിട്ട്. ചേട്ടാ, അതിനെക്കുറിച്ച് അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥിതിയാണത്. പക്ഷേ അതിനൊരു മാറ്റം ഉണ്ടാകേണ്ട ഒരു ആവശ്യമായിട്ട് തോന്നുന്നു. അപ്പോൾ ഇതും അതുമായിട്ട് നമ്മളൊന്ന് താരതമ്യം ചെയ്താൽ. അല്ല ചേട്ടാ, ഇത് ചേട്ടൻ എന്താ അതിനെക്കുറിച്ച് അഭിപ്രായത്തിൽ ചേട്ടന് ആൺകൊച്ചാനെ ആയതുകൊണ്ടാണോ? അല്ലല്ലല്ല, ഇതുപോലൊരു ആചാരം ഇവിടെ വരികയാണെങ്കിൽ ഒരു വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. പക്ഷേ അതിനെ എതിർക്കുന്ന ഒത്തിരി ആൾക്കാർ ഇവിടെ കാണുമോയെന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. ഒരു ഇതായിട്ടാ ഒരു ഇത്രയും ചേട്ടൻ നാളെ ചോദിക്കാം, അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് യുക്തിയാണ് ഉള്ളത്? എന്നാൽ പെണ്ണിനെ എന്തിനാ ഇത്രയും പൈസ കൊടുത്ത് ഇവിടെ അങ്ങ് ജീവിച്ചാൽ പോരെ? അല്ല, അത് ശരിയാ. ഇതിൻ്റെ അകത്ത് ഇവർ ഉദ്ദേശിക്കുന്നത് തന്നെ വല്ല കുട്ടികളുണ്ടാകാൻ വേണ്ടിയാണോ? അല്ല, വേറൊരു കാര്യമുണ്ട്. ഈ പെൺകുട്ടികളെ ഇവിടെ നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് കല്യാണം കഴിപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവിടെ ചെന്നുണ്ടാകുന്ന സംഭവങ്ങൾ നമ്മൾ പത്രങ്ങളിൽ എത്രയോ എണ്ണം കാണുന്നു. എത്ര ഡൈവോഴ്സ് ആകുന്നു, എത്ര പേരെ കൊല്ലുന്നു, അല്ലാതെ സുവിസൈഡ് എത്ര നടക്കുന്നു. സത്യത്തിൽ അത് ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് കേട്ടോ. അല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഇതുള്ള പരിപാടി രണ്ടുപേരും പരസ്പരം സ്നേഹിച്ചും സന്തോഷത്തോടു കൂടി ഈക്വൽ. ഇതിപ്പോൾ അവിടെ പോയ ഭർത്താവിൻ്റെ പറഞ്ഞു കഴിയുന്നത് കേട്ടോണം, ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ടോണം, അങ്ങനെ ജീവിച്ചു വേണം. ഇല്ലേ? ശരിയാ, കറക്റ്റാണ് പറഞ്ഞു. അല്ല, അതിലൊരു മാറ്റം വരണം. തീർച്ചയായും. അല്ല, അതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ആ ഒരു വിഷയം നമ്മൾ ചിന്തിക്കാൻ ഇതുപോലൊരു വീഡിയോ ഇപ്പം പ്രമോദ് കാണിച്ചതെനിക്കായാലും വളരെ സന്തോഷമായി. ഓക്കെ, അപ്പോൾ സ്ത്രീയാണ് ധനം. തീർച്ചയായിട്ടും. സ്ത്രീയാണ് ധനം. അപ്പോൾ ചേട്ടൻ്റെ കൊച്ചിനും അങ്ങനെയൊക്കെ തന്നെ വേണം കേട്ടോ. അങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത്. പ്രമോദും ചിന്തിക്കണം അങ്ങനെ തന്നെ. ഞാൻ നേരത്തെ ചിന്തിച്ചു. ഓക്കെ.